സുഹൃത്തുക്കളെ, ഒരു പുതിയ വാർത്തയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. നമ്മൾ അയോധ്യയിലെ 1800 കോടി ഉറുപ്പ്യ മുടക്കിയാണ് ശ്രീരാമക്ഷേത്രം പണിതത്. ആ രാമക്ഷേത്രം ഇപ്പോൾ ചോർന്നൊലിക്കുന്നുണ്ടായല്ലോ. അപ്പോൾ ചോർന്നൊലിച്ച് ശ്രീരാമ ഭഗവാന്റെ തലയിൽ കൂടിയാണ് ഇപ്പോൾ വെള്ളം ഒലിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന, അതായത് ക്ഷേത്രത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരു സ്വാമിയാണ് ഇത് ചാനലുകാരോട് എന്ന് പറയുന്നത്. ഇത് അന്വേഷിക്കണം, ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, തിരുമറി നടന്നിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്വാമിയാണ് രംഗത്തേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചെറിയൊരു വീഡിയോ ക്ലിപ്പ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഹലോ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ചോദ്യപേപ്പർ എല്ലാ പരീക്ഷയുടെയും ഒരു വശത്ത് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് 1800 കോടി മുതൽ മുടക്കുള്ള രാമക്ഷേത്രം ചോർന്ന് രാമൻ മഴയത്ത് നനയാൻ തുടങ്ങിയത്. സാക്ഷാൽ രാമൻ. ബാബറി മസ്ജിദ് പൊളിച്ചത് അതിനകത്ത് രാമൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ രാമന്റെ വിഗ്രഹമുണ്ടെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു, പള്ളി പൊളിച്ചു, വിഗ്രഹം എടുത്തു, ഒരു ടെന്റ് കെട്ടി, താൽക്കാലിക അമ്പലം ഉണ്ടാക്കി, അതിനകത്ത് വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് തോന്നിയത് രാമൻ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് കിടക്കേണ്ട ആളല്ല, ആ ഇരിപ്പിൽ രാമൻ ഒരു സുഖമില്ല, സ്ഥിരമായിരിക്കാൻ മഴയും വെയിലും കൊള്ളാത്തൊരു സ്ഥലം, സുഖമുള്ള സൗകര്യമുള്ള ഇടം രാമന് വേണമെന്ന്. പിന്നെ എടുപിടിന്ന് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പണി ഒരുവിധം പൂർത്തിയാക്കി പ്രധാനമന്ത്രി തന്നെ പ്രതിഷ്ഠ നടത്തി പുതിയ അമ്പലത്തിൽ പുതിയ വിഗ്രഹം രാംലല്ലയെ പ്രതിഷ്ഠിച്ചു. ബാബറി മസ്ജിദിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു രാമൻ ഉണ്ടായിരുന്നല്ലോ, ആ രാമൻ എവിടെയെന്ന് ചോദിക്കാൻ നമ്മൾ ആരും പിന്നീട് പോയില്ല. എന്തേലും ആവട്ടെ, അതോടെ പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചു. എല്ലാരും ആശ്വസിച്ചു. എന്നാൽ എന്റെ കൂട്ടരെ, നിങ്ങൾ അറിഞ്ഞോ, രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി. രാംലല്ലയെ വെച്ചതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ അമ്പലം നിൽക്കുന്ന ഫൈസാബാദിൽ മോദിയുടെ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടി തോറ്റു. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇപ്പോ ആദ്യത്തെ മഴ പെയ്തപ്പോ അമ്പലം ചോരാണ്. ഇത്രയും പൈസ മുടക്കി പണിത അമ്പലം രാമനിരുന്ന് നനയാണ്. ഞാൻ പറയുന്നതല്ല, അയോധ്യ രാമ മന്ദിറിന്റെ മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നതാണ് ഇതൊക്കെ. देखिए, ये बहुत आश्चर्य की बात है कि ऐसे इंजीनियर हमारे देश, पूरे देश के आकर के यहाँ बैठे हैं, राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई। लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह छत जो है वो चूएगा, ऐसा किसी को ज्ञान नहीं है। पहले भी बरसत रहा, थोड़ा बहुत बरसा तो थोड़े बहुत, इतना नहीं हुआ। जब अब की वर्षा हुई, जितना पानी गिरा अंदर में, वो बहुत ही आश्चर्यजनक रहा। ഈ രാമനുണ്ടല്ലോ നരേന്ദ്രമോദിയെയും കൊണ്ടേ പോകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പൊ പ്രതിപക്ഷം ഇവിടെ ശ്രീരാമനാണ്. ഇവരെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ. അയോധ്യ രാം മന്ദിറിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നത്, മൺസൂൺ കാലം തുടങ്ങിയിട്ട് ആദ്യ മഴയ്ക്ക് തന്നെ അമ്പലം ചോരാനും രാമൻ നനയാനും തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ നടപടിയും അന്വേഷണവും കൃത്യമായിട്ട് തന്നെ നടക്കണം. ഈ രാമക്ഷേത്രത്തിന് ശരിയായ ഒരു ഡ്രെയിനേജ് സൗകര്യമില്ല. ആ വെള്ളമൊക്കെ വിഗ്രഹത്തിൽ എത്തുകയാണ് മഴ പെയ്യുമ്പോൾ. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടത്താൻ എത്രയോ എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവരാരെങ്കിലും മുൻകൂട്ടി കണ്ടോ, വിചാരിച്ചോ, അറിഞ്ഞില്ലേ? ക്ഷേത്രത്തിനുള്ളിലെ വെള്ളം പുറത്തു പോകാൻ യാതൊരു വഴികളുമില്ല. ഇക്കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അതേ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കണം. ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ മഴ കനത്താൽ പൂജ പോലും മുടങ്ങുമെന്നൊക്കെയാണ് പൂജാരി പറയുന്നത്. എങ്ങനെയുണ്ട് ഈ രാമൻ? എങ്ങനെയുണ്ട് നമ്മുടെ രാമൻ? എനിക്ക് സത്യത്തിൽ ഈ രാമനോട് എനിക്ക് ആരാധനയാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്, വിശ്വാസമാണ്. നമുക്ക് കഴിയാത്തതാണ് രാമൻ ചെയ്യുന്നത്. നരേന്ദ്രമോദിയെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷത്രജ്ഞ വരപ്പിക്കുന്ന രാമൻ, അടിപൊളി രാമൻ. അരുൺ യോഗിരാജ് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ 51 ഇഞ്ച് ഉയരമുള്ള രാമലല്ല വിഗ്രഹമാണ് ഇപ്പൊ രാമക്ഷേത്രത്തിൽ മോദി പ്രതിഷ്ഠിച്ച രാമൻ. പഴയ ബാബറിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങളൊക്കെ ഇടയ്ക്ക് ആലോചിക്കാറില്ലേ? ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നേ. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കർസേവകർ ആ സ്ഥലത്ത് രാമന്റെ ഒരു വിഗ്രഹം സ്ഥാപിച്ചിരുന്നു. അവിടെ താൽക്കാലികമായിട്ടൊരു കൂടാരം പോലെ കെട്ടി അതിൽ പൂജ നടത്തുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ അമ്പലത്തിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് കളഞ്ഞിട്ടൊന്നുമില്ല. പുതിയ വിഗ്രഹത്തിന്റെ നേരെ എതിർവശത്തായിട്ട് പഴയ രാമനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാ പഴയ രാമനും പുതിയ രാമനും കൂടിയാണ് മോദിയോട് പ്രതികാരം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോ രാമൻ മഴ നനയുകയാണ്. ക്ഷേത്രം പണിത LNT പറഞ്ഞത്
1000 കൊല്ലം നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് അവർ പണിതതെന്നാണ്. എന്തായാലും അമ്പലത്തിന്റെ നിർമ്മാണത്തിലൊക്കെ അഴിമതി കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കൊക്കെ ധൈര്യം വരുന്നത്? Means we have designed the temple in such a way it will sustain much more than 1000 years. Material being used here, all we decided all natural materials whose or those life should be more than 1000 years. രാമൻ വളരെ ദേഷ്യത്തിലാണ്. അത് പരിഹരിക്കാതെ ചോർച്ചയോ തെരഞ്ഞെടുപ്പിലെ തോൽവിയോ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഇത് മനുഷ്യൻ സംഭവിപ്പിക്കുന്ന കാര്യങ്ങളല്ല. വലിയ ആഘോഷമായിട്ട് പൈലറ്റും എയർ ഹോസ്റ്റസും ഒക്കെ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഊർമിളയുടെയും ഒക്കെ വേഷം കെട്ടി അയോധ്യയിലേക്ക് വിമാനം പറത്തിയത് ഓർമ്മയില്ലേ? അതും മുടങ്ങി. स्वागत है। मैं दिलनवाज आपका गेट मैनेजर हूँ। आपकी उड़ान 6E6375 समय पर है और हम 5 मिनट में बोर्डिंग शुरू कर रहे हैं। ഇക്കൂട്ടർ ഇത് പ്ലാൻ ചെയ്ത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയിട്ടാണ്. പക്ഷെ ആളുകൾ ആദ്യമൊക്കെ അങ്ങോട്ട് ഒരുപാട് പോയിരുന്നു. പക്ഷെ പിന്നീട് ആളുകളുടെ എണ്ണം കുറഞ്ഞു. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ അയോധ്യയിലേക്കുള്ള വിമാന സർവീസ്, ട്രെയിൻ സർവീസ്, ബസ് സർവീസ് എല്ലാം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അയോധ്യയിലേക്കുള്ള പ്രത്യേക സർവീസ് ഉണ്ടായിരുന്നത് റെയിൽവേയും നിർത്തി. യാത്രക്കാർ ഇല്ലാതായതോടെ സ്പൈസ് ജെറ്റ് ആണ് ആദ്യമായിട്ട് വിമാനം നിർത്തിയത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, പാട്ന എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അയോധ്യയിലേക്കുള്ള സർവീസ് സ്പൈസ് ജെറ്റ് ആളില്ലാത്തതിനെ തുടർന്ന് നഷ്ടമായതുകൊണ്ട് നിർത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു, അതും റദ്ദാക്കി. നേരത്തെ 396 ബസ്സുകൾ വരെ സർവീസ് നടത്തിയിരുന്ന ഇടത്തിപ്പോ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നായി ഓരോ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ആളുകൾ ഇങ്ങോട്ട് വരവ് കുറഞ്ഞു എന്നാണ് അർത്ഥം. ജനുവരി 22 പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെ അയോധ്യയിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും. ജനുവരി മുതൽ മാർച്ച് വരെ പ്രതിദിനം 1.5 ലക്ഷം പേർ വരെ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഏപ്രിൽ, മെയ് വരെ അയോധ്യയിൽ എത്തുന്ന ആളുകളുടെ എണ്ണം ഏകദേശം 1 ലക്ഷമായിട്ട് പിന്നീട് കുറഞ്ഞു. അത് പിന്നീട് 60,000-ലേക്ക് എത്തി. പിന്നീട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടെ അതിനേക്കാൾ കുറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തില് നരേന്ദ്രമോദിയും കൂട്ടരും വിചാരിച്ച ഈ ഒരൊറ്റ ക്ഷേത്രം കൊണ്ട് ഇന്ത്യ പിടിക്കാമെന്നാണ്. 400 സീറ്റ് കിട്ടും, ഭരണഘടന മാറ്റാം, ബാക്കിയുള്ള പള്ളിയൊക്കെ പൊളിക്കാം, പലയിടത്തും ക്ഷേത്രം പണിയാം എന്നൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിലിരിപ്പ്. എന്തൊക്കെയായിരുന്നു മോഹങ്ങൾ. എന്നാൽ ഈ രാമൻ ആ മോഹങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് നിലത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു എന്ന അവസ്ഥയാണ് ഇപ്പോ. ആകെ മൊത്തം നാണക്കേടായപ്പോ സ്കൂൾ പുസ്തകങ്ങളിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരും ചരിത്രവും പോലും എടുത്തു മാറ്റിയ ഭീരുക്കളാണിവർ. 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം എന്നാണ് ബാബറി മസ്ജിദിനെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അവർ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നേ ആ വിഷയത്തില്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെനയാകുന്നില്ലല്ലോ സജി അല്ലെങ്കിൽ മോദി. അപ്പോഴേ ഞങ്ങളെ രാമനെ അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ്. അറ്റ്ലീസ്റ്റ് രാമന് നനയാതിരിക്കാനുള്ള ഒരു അമ്പലം രാമൻ മിനിമം അർഹിക്കുന്നുണ്ട്. അപ്പം കണ്ടല്ലോ അല്ലേ നമ്മളെ രാമക്ഷേത്രത്തിലെ ചോർച്ച. അപ്പം ഞങ്ങളെ ഖുർആനിലൊരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യ, നിന്റെ കൽബിലേക്കാണ് ഞാൻ നോക്കുന്നത്. അതായത് ഞാൻ എന്താണോ അവിടെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ അവിടെ സ്വപ്നം കാണുന്നത്, മൂപ്പര് അവിടെ തീരുമാനം എടുത്തിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന അല്ല ഈ കാര്യം അവിടെ തീരുമാനിക്കുക. അവിടെ തീരുമാനിക്കുന്നത് വേറെ ഈ കാര്യം. അപ്പോൾ അതെന്തായാലും അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മളിവിടെ അനുഭവിക്കും, ഗുണമായാലും ദോഷമായാലും. അപ്പം മോഡിനെ സംബന്ധിച്ചിടത്തോളം മോഡി ഇപ്പം ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാന്നുള്ളത് രാമന് മനസ്സിലായിരുന്നു. 400 സീറ്റ് നേടാനും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകാനും എന്നിട്ട് ആ പ്രധാനമന്ത്രിൻ്റെ പവറിൽ നടക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൂപ്പര് ഈ പണിയൊക്കെ ഇവിടെ എടുക്കുന്നത് എന്നുള്ളത് രാമന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഫൈസാബാദിലടക്കം രാമൻ നല്ലൊരു തിരിച്ചടി കൊടുത്തത്. അതുപോലെ മോഡി മത്സരിച്ച വാരാണസിയിൽ 5 ലക്ഷത്തിൻ്റെ മേലും ഭൂരിപക്ഷം ഉണ്ടായിനി. അത് 10 ലക്ഷം ആക്കും ഭൂരിപക്ഷം തന്നെയാണ് മൂപ്പരവിടെ മത്സരിക്കാൻ ഇറങ്ങിയത്. അവിടെ റായ്ബറേലിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിക്ക് രാമൻ 4 ലക്ഷത്തിൻ്റെ മുകളിൽ ഭൂരിപക്ഷം അവിടെ കൊടുത്ത്. അപ്പം മോഡിൻ്റെ 5 ലക്ഷം ഭൂരിപക്ഷമുള്ളത് 1.5 ലക്ഷമാക്കി കുറച്ച്. രാവിലെ ഒരു 9-9:30 മണിക്ക് വാർത്ത കേൾക്കുമ്പം 11,000 വോട്ടിന് മോഡി അവിടെ പുറകിലാണ്. ആ ആളുകൾ ഈ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഒരു 10 മിനിറ്റ് സന്തോഷിച്ച ഒരു സമയമാണത് അല്ലേ? നിങ്ങൾ സന്തോഷിച്ചിട്ടില്ലേ ആ സമയത്ത്? അവർ 10 മിനിറ്റ് സന്തോഷിച്ച ഒരു സമയമാണത്. അപ്പം ഇവിടെ എന്താ ചെയ്തറിയങ്ങൾ? ഈ രാമക്ഷേത്രത്തിൽ, ഈ രാമക്ഷേത്രം പോലുള്ള ഒരു ക്ഷേത്രം, നമ്മളെ പള്ളീൻ്റെ, നമ്മളെ കയബത്തിൻ്റെ ഒക്കെ മാതിരി ഒരു ക്ഷേത്രം, അത്രയും പവിത്രമായ ഒരു സംഭവം, അതിന് കാർമ്മികത്വം വഹിക്കുന്ന ആളെ മനസ്സെപ്പോഴും ശുദ്ധിയായിരിക്കണം. ഇയാളെ മനസ്സ് ശുദ്ധിയല്ല, ഇയാളെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെയാണ്. 400 സീറ്റ് നേടണം, അധികാരത്തിൽ വരണം, ഇന്ത്യ പിടിക്കണം എന്നൊക്കെ ഇയാളെ ഉദ്ദേശം. ഇതിനാണ് ഇയാൾ ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അപ്പം ഇയാളെ
ഇയാൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് യഥാർത്ഥ ദൈവവിശ്വാസത്തോടു കൂടിയാണ് ഇയാൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ രാമക്ഷേത്രത്തിന് ഒന്നുകൂടി പവിത്രത കൂടും, അതിൻ്റെ ഭംഗി കൂടും, അതിൻ്റെ നിലനിൽപ്പ് കൂടും, എല്ലാം കൂടും. പക്ഷേ ഇയാളെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇയാളത് ചെയ്തത്. അതിനുള്ള തിരിച്ചടിയാണ് ഇയാൾക്ക് കിട്ടിയതും ഇയാളെ കൂടുതലുള്ളവർക്ക് കിട്ടിയതൊക്കെ. ഇപ്പം നമ്മളൊന്ന് ആലോചിക്കണം സുഹൃത്തുക്കളെ, നമ്മളൊരുപാട് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെമ്മറി കാർഡിൽ കയറ്റി വെച്ചേക്കാണ്. ആ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ ആ ക്ഷേത്ര നിലക്കോട്ടൊക്കെ ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ കച്ചവടങ്ങൾ, അവരൊക്കെ ഉപജീവന മാർഗ്ഗമാണ്. കണ്ട സങ്കടം വരും. ആ ഉപജീവന മാർഗ്ഗമുള്ള ആ പെട്ടി കടകളൊക്കെ പൊളിച്ചു മാറ്റി, ഒരു ഉറുപ്പ്യ കൊടുക്കാതെ തിരക്കറിൽ അതിൻ്റെ കോമ്പിനേഷൻ കൊടുത്ത് അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തുകൊണ്ടാണ് പൊളിച്ചു മാറ്റി വെച്ചെങ്കിൽ വീതി കൂട്ടാനാണ്, സൗകര്യം ഏർപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകളും ചെറിയ ചെറിയ പെട്ടിക്കടകളും ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഒരു തൊഴിലില്ലാതെ അവിടൊപ്പം അലഞ്ഞു നടക്കുന്നത്. ഈ ഏർപ്പാടും കാര്യങ്ങളൊക്കെ നിന്നുപോയി. ഇവരെ വികസനം ഉണ്ടാക്കലത്. ഞാനൊന്ന് ചോദിക്കട്ടെ മോദി സാറേ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് കിടന്നുറങ്ങാൻ ഒരു കൂര കൊടുത്തിട്ടല്ലേ വേറുള്ളത് വേണ്ടിയത്? ഇപ്പം എനിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കിയെന്നൊരു പള്ളി ഉണ്ടാക്കിയെന്നാണ് ഞാൻ പള്ളിയെ പോയി ചിക്കുകയാണെങ്കിൽ ഞാൻ ആ പള്ളിക്കല്ല പോവുക. പൊന്നാര സ്വാമിയെ കള്ളസ്വാമിയെ ഞാൻ ആ പള്ളിക്കൊക്കെ പോയി ഞാൻ ഈ ഭക്ഷണം എടുത്തത് കഴിക്കാൻ നോക്കും. ജീവൻ നിലനിർത്തണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് ആരാധനകളും കാര്യങ്ങളൊക്കെ. ആരാധന വിശ്വാസം ഉള്ളിലുണ്ടായാൽ മതി. ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താൻ മതി. ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ മതി. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ മതി. അല്ലാതെ ഇതിങ്ങനെ ആരാധനക്കായിട്ട് ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ഒരു ക്ഷേത്രമായി കിട്ടിയാൽ ഇതൊക്കെ വിറ്റ് പൊറുക്കിക്കാണ്ട് അമ്പലത്തിൽ പോയിട്ട് കാത്തിക്കുന്ന ആൾക്കാരല്ല. അവനാൻ്റെ കൂലിയും അവനാൻ്റെ കച്ചവടം ഒഴിവാക്കിയിട്ട് ആരും അതിന് ഇറങ്ങൂല. പണ്ടൊരു മാള അരവിന്ദൻ്റെ സിനിമ ഉണ്ട്. മാള അരവിന്ദൻ അതിലൊരു പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാള പറയാണ് ഞാൻ എല്ലാ വികസനങ്ങളും ഇവിടെ നടത്തി. ഇനി ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾക്കായിട്ട് ഞാനൊരു എയർപോർട്ട് കൊണ്ടുവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാൽ എന്ന് പറഞ്ഞ മാതിരിയാണ് മോദി സാറേ താങ്കളെ ഓരോ ഉഡായിപ്പ് പരിപാടി. ഈ കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന ഈ ജനങ്ങളെ മുമ്പിലേക്ക് അവരെ വീടും അവിടെ കച്ചവട സ്ഥാപനങ്ങളായി തൊഴിലൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് വോട്ട് കിട്ടുമോ? ആരവിടെ ക്ഷേത്രത്തിന് വേണ്ടി കുടുങ്ങിക്കുന്നത്? ആരെങ്കിലും ഇവിടെ ക്ഷേത്രം ഉണ്ടായാൽ പോകാനില്ലാണ്ട് ആരെയും കുടുങ്ങിക്കിണ്ടല്ല. തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയണത്? തൂണിലും തുരുമ്പിലും വെള്ളത്തിലും വെയിലും സൂര്യനിലും ഒക്കെ ദൈവമുണ്ട്. എല്ലാത്തിലും ദൈവമുണ്ട്. നമ്മളും അത് വിശ്വസിക്കുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ ഓരോ കർമ്മത്തിലും ദൈവമുണ്ട്. ആ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പം പിന്നെ ആ ഒരു ദൈവത്തിൻ്റെ അമ്പലത്തിന് വേണ്ടിയാണ് ഈ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തണോ? ആ കഷ്ടപ്പെട്ടുള്ള തിരിച്ചടിയാണ് ഈ കിട്ടിയത്. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും ഇയാളുടെ കപട സന്യാസത്തിനെതിരെയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ആ കഴിഞ്ഞ പ്രാവശ്യം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് മൂപ്പര് ഏതൊരു ഗുഹൻ്റെ ഉള്ളിൽ പോയി ധ്യാനം കുത്തുന്നത്. ഈ ധ്യാനം കുത്തുന്നത് എങ്ങനെ ജനങ്ങൾ അറിയുടെ മൂപ്പര് ക്യാമറ ഇട്ടാൽ പോയത്? ധ്യാനം ഇരിക്കാൻ പോകണല്ലോ ആരെയും ക്യാമറ ഇട്ട് പോകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പോൾ അവിടെ രണ്ടാമത് നടന്നു അവിടെ കന്യാകുമാരിയിൽ. ഈ കന്യാകുമാരിയിൽ ധ്യാനം എടുക്കുമ്പോൾ 100 കണക്കിന് ക്യാമറകളാ ചുറ്റുമാകും അല്ലേ? ആ 100 കണക്കിന് ക്യാമറകളും പിന്നെ ആംബുലൻസും വൻ സന്നാഹങ്ങളാണല്ലോ, പോലീസും പട്ടാളും. അവിടെ 2-3-4 ദിവസം ടൂറിസ്റ്റൊക്കെ നിരോധിച്ച്. എന്തിനാണ് ചങ്ങായിമാരെ ഈ ആദ്യം ഓരോ ഇടപാട് നടക്കുന്നത്? ആരെങ്കിലും അരി വാങ്ങി പോയിക്കോട്ടെ, നിങ്ങളായാലും കൊടുക്കൂല. ഒരു 10 കിലോ അരി റേഷൻ കട വഴി 5 കൊല്ലം കൊടുക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനോ ഇന്ത്യയിലെ ഗവൺമെൻറ്റിനോ കഴിയുമോ? മനുഷ്യൻ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണല്ലോ. ഒരു 10 കിലോ അരി ഒരു കാടുമ്പോൾ കൊടുത്താൽ മതി. അത് 5 കൊല്ലം, അത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടല്ല. ഒരു 5 കൊല്ലം കൊടുക്കാൻ കൊണ്ട് കഴിയുമോ? കേരളത്തിലെ സർക്കാരിനായാലും കേന്ദ്രത്തിൻ്റെ സർക്കാർ അത് കൊടുക്കാൻ കഴിയുമോ? അത് കൊടുക്കും. പട്ടിണിന്ന് രക്ഷിക്കുക ആദ്യം മനുഷ്യനെ, എന്നിട്ടല്ല പ്രാർത്ഥന. അത് കൊടുക്കാനല്ല. കോടിക്കണക്കിന് ഉറുപ്പിയാണ് നിങ്ങൾ ഓരോ പേരും പറഞ്ഞ് പൊളിച്ചത്. ഇപ്പോൾ ആ ധ്യാനത്തിൻ്റെ പേരിൽ പഠിച്ച 350 കോടി ഉറുപ്പിയാണ്. എത്ര ജനങ്ങളവിടെ പട്ടിണി 4-5 ദിവസം? ഇതൊക്കെ ദൈവം സഹിക്കുമോ? ദൈവത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ദൈവത്തിന് എന്താ ഇഷ്ടപ്പെടുക? ജനങ്ങളെ പരിപാലിക്കുന്നവർ, ജനങ്ങളെ സേവിക്കുന്ന ആളുകളെ അവരെ ദൈവം സംരക്ഷിക്കും. അതിന് രാമനായാലും അള്ളയായാലും റസൂലായാലും ക്രിസ്തു ആയാലും അവരെ ദൈവം സംരക്ഷിക്കും. പാവങ്ങളെ സഹായിക്കണവനും സംരക്ഷിക്കണവനും. അല്ലാതെ ജനങ്ങളെ മേക്കെട്ട് കയറി ജനങ്ങളെ ദുരിതത്തിലാക്കി നടക്കുന്ന ഒരാളും ദൈവം ഇവിടെ തന്നെ വിടൂല. അതിൻ്റെ തിരിച്ചടി ഇവിടെ തന്നെ കിട്ടിയില്ല. മോഡിക്ക് കിട്ടിയില്ലേ? തിരിച്ചടി കിട്ടിയില്ലേ? ഇന്നൊക്കെ ഇവിടെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞയാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ്. ആ സാധനം അടുപ്പിച്ചില്ലാത്ത ആളാവോ? അത് മാറ്റി ചെയ്തു, കത്തിച്ചു, കീറി കളി എന്നൊക്കെ പറഞ്ഞതാ അല്ലേ? അത് അടുപ്പിച്ചില്ലാന്ന് പറഞ്ഞ ആളാ. ആ ഭരണഘടനയിൽ വിളിച്ചിട്ട് വേണ്ട സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി ഒന്നില്ലേ? അപ്പം ഈ ആദ്യം ഉടായ്പൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാലം പ്രവർത്തിക്കാൻ നോക്കി. ഞങ്ങൾക്ക് ഇവിടെ മോഡി അധികാരത്തിൽ വന്നാലും വേണ്ടിയില്ല, അമിത് ഷാ പ്രധാനമന്ത്രി ആയാലും വേണ്ടിയില്ല, ആര് പ്രധാനമന്ത്രി ആയാലും വേണ്ടിയില്ല. ഭരണം നന്നായാൽ മതി. ഭരണം നന്നാണ്. ബാജുബേ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. ബാജുബേ ഞങ്ങൾ ആരും കുറ്റം പറഞ്ഞില്ല. നിങ്ങളെ മുമ്പുള്ള BJPൻ്റെ ഒരു പ്രധാനമന്ത്രിൻ്റെ അല്ലേ അയാൾ ഇങ്ങനെ നെറ്റിപ്പരൊക്കെ ഭസ്മം തേച്ച് കാട്ടി ഒരു മറ്റേ കാഷായ വസ്ത്രമൊക്കെ ചുറ്റിയാണ് നാടാകെ കറങ്ങിയ അയാൾ ദാനം ഉണ്ടായിപ്പോയിട്ടില്ല.
അയാൾ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഒരുപാട് നന്മകൾ അയാൾ ഇന്ത്യ രാജ്യത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം മുൻകാല പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചത് എങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് അതേ രീതിയിലുള്ള ഒരു ഭരണം ഇനി എന്തെങ്കിലും നടത്താൻ നോക്കും. ഉടായ്പൊക്കെ ഒഴിവാക്കിയാണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇനി ഒരു ദൈവമൊന്നും വേണ്ട. പൊന്നാരൻ ചങ്ങായിമാരെ പടച്ചോൻ കാത്തതാ. 400 സീറ്റെങ്ങാനും ഇയാൾക്ക് കിട്ടിയാണ്ട് ഇയാൾ അധികാരത്തിൽ വന്നിക്കുകയാണെങ്കിൽ ശ്രീരാമ ഭഗവാന് ശേഷം ഒരു ദൈവം കൂടി ഇന്ത്യയിൽ ഉടലെടുക്കും. നരേന്ദ്രമോദി ഭഗവാൻ നമ്മളെ പടച്ചോൻ കാത്തതാ. അത് മനസ്സിലാക്കിയോളി.